رسول الله صلى الله عليه وسلم إن القبر أول منزل من منازل الآخرة كما قال شفيعنا رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുടുംബക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിന്റെ പകുതി ഭാഗം നമ്മിൽ നിന്ന് വിടവാങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ദിവസത്തെ അമലുകൾ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് എന്തെങ്കിലും മനുഷ്യ സഹജമായി വന്നുപോയ പോരായ്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിക്കുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം അല്ലാഹുവിന്റെ കൃപയാൽ ഇബാദത്തുകൾ ചെയ്ത് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ അമലുകളല്ലാതെ മറ്റൊന്നും അവനോടൊപ്പം ബന്ധപ്പെടില്ല എന്നും അവൻ ജീവിതത്തിൽ ചെയ്യുന്ന അമലുകൾ നാളെ ഖബറിൽ അവന് അനുകൂലമായി അവരുടെ സംരക്ഷണം വലയം ചെയ്യുമെന്നും നമ്മൾ ഇന്നലെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖബർ എന്ന് പറയുന്നത് ഇന്നൽ ഖബറ അവ്വലു മൻസിൽ മിൻ മനാസിലിൽ ആഖിറ, പരലോക ജീവിതത്തിലെ ആദ്യത്തെ ഭവനമാണ് ഖബർ. നമ്മളൊരു വീട് നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്ഥാപനം നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലം കണ്ടെത്തുന്നു. ദിവസേന അല്ലെങ്കിൽ ആഴ്ചകൾ കൂടുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കൂടുമ്പോൾ ആ നിർമ്മാണത്തിന്റെ പണികൾ ഏതുവരെയായി എന്നും, നമ്മൾ ദൂര സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ അതിനെ ചുമതലപ്പെടുത്താൻ വേണ്ടി ഒരാളെ ഏർപ്പാടാക്കുകയും അതിന്റെ വിവരങ്ങൾ നമ്മൾ എന്നും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മൾ കിടക്കേണ്ട ഖബർ എന്ന് പറയുന്ന ആദ്യത്തെ ഭവനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അവിടെ നമുക്ക് സുരക്ഷിതമാകേണ്ട, വെളിച്ചം കിട്ടേണ്ട, നമുക്ക് കൂട്ട് കിട്ടേണ്ട ഒരവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എല്ലാ ദിവസവും ഖബർ വിളിച്ചു പറയുമത്രേ, അന ബൈത്തുൽ വഹദ, ഞാൻ ഏകാന്തതയുടെ ഭവനമാണ്. അന ബൈത്തുൽ ഉൽമ, ഞാൻ ഇരുളിന്റെ ഭവനമാണ്. അന ബൈത്തുൽ തുറാബ്, ഞാൻ മണ്ണിന്റെ ഭവനമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, ഖബറിൽ നിങ്ങൾ ഏകാന്തമായ ആ ഖബറിൽ വസിക്കുമ്പോൾ നിങ്ങൾക്ക് കൂട്ട് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിലാവത്തുൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. അത് നിങ്ങൾക്ക് ഖബറിൽ കൂട്ടുകാരനായി വന്ന് നിൽക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെയാണ് അസ്സലാത്തു നൂറുൻ, നമസ്കാരം എന്ന് പറയുന്നത് പ്രകാശമാണ്. അൽ ഖുർആനു നൂറുൻ, ഖുർആൻ എന്ന് പറയുന്നതും അത് പ്രകാശമാണ്. ഈ രണ്ട് പ്രകാശത്തെ നിങ്ങൾ ജീവിതത്തിൽ കൃത്യമായി മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നാളെ ഖബറിൽ നിങ്ങൾക്ക് പ്രകാശമായി അത് വന്ന് നിൽക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഉസ്മാൻ തങ്ങൾ നരകത്തെ കുറിച്ച് പറഞ്ഞാലോ പരലോകത്തെ കുറിച്ച് പറഞ്ഞാലോ മഹ്ശറെ കുറിച്ച് പറഞ്ഞാലോ കരയാത്ത, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ തങ്ങൾ പോലും ഖബറിനെ കാണുമ്പോഴും ഖബറിനെ കുറിച്ച് പറയുമ്പോഴും അവിടെ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒലിച്ച് താടി രോമങ്ങളിൽ നിന്നും കണ്ണുനീര് ഇറ്റിറ്റ് വീഴുന്ന രീതിയിൽ സയ്യിദുനാ ഉസ്മാൻ തങ്ങൾ കരയുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ അമലുകൾ സ്വീകാര്യമാണോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ കാരണമായി പരിഗണിക്കപ്പെടാതെ പോകുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഞാനും നിങ്ങളും
എത്രത്തോളമാണ് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കുകയോ ആ പാരമ്പര്യമായ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ഭവനത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയവരാണോ ഞാനും നിങ്ങളും എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കാത്തിരുന്ന് കാണാൻ ഭംഗിയുള്ള അമ്പരചുംബികളായ ഭവനങ്ങൾ ഞാനും നിങ്ങൾ നിർമ്മിക്കുമ്പോൾ ആ ഭവനത്തിൽ കിടക്കുന്ന റൂമിൽ കറണ്ട് പോകുന്ന സമയത്തിൽ ഇരുള് ഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ മെഴുകുതിരിയുടെ വെട്ടമെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളും കൂരാകൂരിട്ടാവുന്ന ഖബറിന് വേണ്ടി, പ്രകാശത്തിന് വേണ്ടി വിശുദ്ധമായ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യുകയോ അല്ലാഹുവിന്റെ റസൂൽ നിർബന്ധമാക്കി തന്ന വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചു കൊടുത്ത നമസ്കാരം മുറുകെ പിടിക്കുവാനോ ഞാനും നിങ്ങളും തയ്യാറല്ലെങ്കിൽ നമ്മൾ റമദാനെ പോലെ ആവരുത്. നമ്മൾ റമദാൻ എന്ന മാസത്തെ പോലെ ആകരുത്. കാരണം റമദാൻ എന്ന് പറയുന്ന മാസം അതിഥിയായി നമ്മുടെ മുന്നിൽ വരുന്നതാണ്. നമ്മളും പള്ളിയിലേക്ക് അതിഥികളായി വന്നു പോകുന്ന അവസ്ഥ വരരുത്. നിങ്ങൾ നമസ്കാരം കൃത്യമായി തന്നെ ജമാഅത്തായി നിർവഹിക്കണം. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്തായി നമസ്കരിക്കുന്നതിനെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. പ്രായമുള്ള ഉപ്പമാര് വരെ സുബൈക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നടന്നു വാഹനത്തിനുമായി പള്ളിയിലെത്തുമ്പോൾ ചെറുപ്പക്കാരായ നമ്മൾ ഇന്നും വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ റമദാൻ കൊണ്ട് എന്ത് മാറ്റമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നമൽ ഖബറു റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന ഔ ഹുഫ്റത്തുൻ മിൻ ഹുഫ്രി നീറാൻ. ഒന്നുകിൽ ഖബർ സ്വർഗ്ഗപൂന്തോപ്പിൽപ്പെട്ട ഒരു തോപ്പായിരിക്കും, അല്ലെങ്കിൽ നരകകുണ്ടാരത്തിൽ നിന്നുള്ള ഒരു കുണ്ടായിരിക്കും. ഇതിൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടതും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഞാനും നിങ്ങളുമാണ് എന്ന ഒരു ചോദ്യചിഹ്നം നിർത്തിക്കൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാരമ്പര്യമായ ജീവിതത്തിൽ അല്ലാഹു കരുണ ചെയ്യുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഖബറിൽ വന്ന് നമുക്ക് വേണ്ടി അനുകൂല സാക്ഷിയാകുന്ന രീതിയിൽ ഇബാദത്തുകൾ റബ്ബിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി മാത്രം നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും ഖബറിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഖബറാളികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാൻ മാസത്തിൽ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല